സ്വന്തമായിട്ട് ബോഡിയിൽ നിന്ന് അളവെടുക്കാനും സ്റ്റിച്ച് ചെയ്യാനും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ കാണുന്ന പോലത്തെ ഒരു ഷോർട്ട് കുർത്തിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ സ്വന്തം ബോഡിയിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് അളവെടുക്കുന്നത്, നമ്മൾ തുണിയിലേക്ക് അത് എങ്ങനെയാണ് ആക്കുന്നത് എന്നൊക്കെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈസി ആയിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് ഞാനിതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് നമ്മൾ തുണി എങ്ങനെയാണ് മടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ലെങ്ത് വൈസ് ആയിട്ട് ഇതിങ്ങനെ മടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ മടക്കിയിട്ട് ഒന്നും കൂടി ഇതേപോലെ മടക്കിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് മെഷർമെന്റ് അടയാളപ്പെടുത്തുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇതേപോലെ വെച്ചിട്ടാണ് നമ്മൾ മെഷർമെന്റ് അടയാളപ്പെടുത്തുക. അപ്പം നമ്മളിതാ ഈ ഭാഗത്താണ് നമ്മൾ നെക്കിന്റെ അടയാളപ്പെടുത്തുക, ഈ ഭാഗത്താണ് നമ്മൾ കൈക്കുഴീൻ്റെ അടയാളപ്പെടുത്തുക. നമ്മൾ ഈ തുണി ഇങ്ങനെ നിവർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഭാഗം ഫ്രണ്ടിലെയും ഒരു ഭാഗം ബാക്കിലെയാണ്. അപ്പം നമ്മളിങ്ങനെ മടക്കിയിട്ട് നമ്മളിതിൽ പകുതിയിലാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ടേപ്പിന്റെ ഇഞ്ച് ഭാഗത്തെ അളവാണ് കേട്ടോ നമ്മളിത് എടുക്കുന്നത്. അപ്പം നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ടോപ്പിന്റെ ലെങ്ത് ആണ് എടുക്കുന്നത്. അപ്പം നമ്മൾ ലെങ്ത് എടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഷോൾഡറിന്റെ ഭാഗത്തുനിന്ന് താഴേക്കാണ് നമ്മൾ ലെങ്ത് അടയാളപ്പെടുത്തുക. അപ്പോൾ എവിടെ മുതലാണ് ഈ ടേപ്പ് വെക്കേണ്ടത് എന്നുള്ള ഡൗട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ ഷോൾഡർ കൂട്ടി അടിച്ചിട്ടുണ്ടാവില്ലേ, ആ ഒരു ഭാഗം തുടങ്ങി നമ്മൾ താഴേക്കാണ് അളവെടുക്കേണ്ടത്. അപ്പം നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതിന്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഈ എക്സ്ട്രാ എടുക്കുന്ന തയ്യൽ തുമ്പ് ഷോൾഡർ കൂട്ടി അടിക്കുന്ന ഭാഗത്തും ടോപ്പിന്റെ അടിഭാഗം മടക്കി അടിക്കുന്ന ഭാഗത്തേക്കും കൂടെ ആയിട്ട് പോകും കേട്ടോ. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മളെ നെക്കിന്റെ ലെങ്ത് ആണ്. നെക്കിന്റെ ലെങ്ത് നമ്മൾ ആ ഷോൾഡറിന്റെ അതേ ഭാഗത്ത് വെച്ചിട്ട് താഴേക്കാണ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പം നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അത്രയും ലെങ്ത് എടുത്തിട്ട് നമ്മളിതാ ഈ ഒരു മടക്കി വെച്ചിരിക്കുന്നതിന്റെ ഈ ഒരു ഭാഗത്തേക്കാണ് നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതായത് ആ മടക്ക് വരുന്ന ഭാഗത്താണ് നമ്മൾ നെക്ക് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ എത്രയാണോ ലെങ്ത് അത് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലെങ്ത് 6ഉം വിഡ്ത്ത് 3.5 എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വിഡ്ത്ത് വേണം എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ ഞാനിപ്പോൾ ഇവിടെ കൊടുക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് ഇതിന്റെ ഇക്വേഷൻ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് കിട്ടുന്ന ആൻസറിന്റെ പകുതിയാണ് നമ്മൾ ഈ തുണിയിലേക്ക് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതേപോലെ വിഡ്ത്തും ലെങ്ത്തും മാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഇത് ഒരു സ്ക്വയർ ആക്കിയിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ സ്ക്വയറിന്റെ ഉള്ളിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള നെക്ക് എങ്ങനെയാണോ വേണ്ടത് അത് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്നത് ഒരു വീനക്കാണ്. അപ്പോൾ ഈ സ്ക്വയറിന്റെ ഉള്ളിൽ ഞാനിത് ഇതേപോലെ ഒരു വീനക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഇത് 4 പീസുകളായിട്ടാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതിന്റെ ഒരു പീസ് ഇതിന്റെ ഫ്രണ്ട് ഭാഗവും ഒരു പീസ് ഇതിന്റെ ബാക്ക് ഭാഗമാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിലെ നെക്ക് മാത്രമാണ് വി ആയിട്ട് എടുത്തിരിക്കുന്നത്. നമ്മൾ അളവെടുക്കാൻ പോകുന്നത് നമ്മുടെ ഷോൾഡറിന്റെ വിഡ്ത്ത് ആണ് കേട്ടോ. അപ്പോൾ ഈ ടേപ്പിന്റെ ഈ ഭാഗം ഇതേപോലെ പിടിച്ചിട്ട് ഞാൻ ഈ ഷോൾഡറിന്റെ ഭാഗത്തേക്ക് ഈ ടേപ്പ് ഇതേപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എവിടെ മുതലാണ് ഈ ഷോൾഡറിന്റെ വിഡ്ത്ത് എടുക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എവിടം തൊട്ട് എവിടം വരെയാണ് നമ്മുടെ ഷോൾഡറിന്റെ വിഡ്ത്ത് എടുക്കേണ്ടത് എന്നുള്ളത്. നമുക്കൊരു ഷോൾഡറിന്റെ വിഡ്ത്ത് ഒരു 14 കിട്ടിയതെങ്കിൽ നമ്മൾ തുണിയിലേക്ക് ആക്കുമ്പോഴത്തേനും അത് 7 ആയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ ഷോൾഡറിന്റെ വിഡ്ത്തിന്റെ പകുതിയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഷോൾഡർ വിഡ്ത്ത് എത്രയാണോ കിട്ടിയത് അത് /2 ചെയ്ത് കഴിഞ്ഞാലും കിട്ടും. നമ്മളെ ടേപ്പ് പകുതിയായിട്ട് മടക്കി കഴിഞ്ഞാലും നമുക്കിത് കിട്ടും. ഇനി നമ്മളിത് ഇതിൽ കണ്ട പോലെ ആ ഒരു ഭാഗത്തു നിന്ന് ഇപ്പുറത്തേക്കാണ് ഞാൻ ഷോൾഡർ വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ആം ഹോളിന്റെ അളവാണ് എടുക്കാൻ പോകുന്നത്. അത് ടേപ്പ് ഇതേപോലെയാണ് കേട്ടോ നമ്മൾ പിടിക്കേണ്ടത്. അതായത് നമ്മൾ ആ ഒരു ആം ഹോളിന്റെ ആ ഒരു ഭാഗത്ത് ഇതേപോലെ ചുറ്റി വെച്ചിട്ടാണ് പിടിക്കേണ്ടത്. അപ്പോൾ അവിടെ എത്രയാണോ കിട്ടുന്നത് അതിന്റെ നേർ പകുതിയാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ടേപ്പ് പിടിക്കുമ്പോൾ ഓവർ ടൈറ്റ് ആയിട്ടും ഓവർ ലൂസ് ആയിട്ടും എടുക്കാതിരിക്കും. അപ്പോൾ ആം ഹോളിന്റെ അവിടെ കിട്ടിയ അളവിന്റെ പകുതി നമ്മൾ നേരത്തെ ഷോൾഡർ വിഡ്ത്ത് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മാർക്കിൽ നിന്ന് നേരെ താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അവിടെ നമ്മൾ ഇതേപോലെ ഒരു മാർക്ക് ഇട്ടു. എന്നിട്ട് ഇപ്പൊ കിട്ടിയ ഈ 2 പോയിന്റുകളും കൂടെ കൂട്ടിയിട്ട് ഒന്ന് ഇതേപോലെ നീളത്തിൽ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മളെ കൈക്കുഴീൻ്റെ ആ ഒരു ഭാഗത്തുള്ളതാണ് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ വരച്ചു കൊടുത്ത ഈ ഒരു വരയിലാണ് നമ്മളെ ചെസ്റ്റ് റൗണ്ട് നമ്മൾ അടയാളപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെസ്റ്റ് റൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ടേപ്പ് പിന്നെയും നമ്മൾ ബാക്കിലൂടെ എടുത്തിട്ട് ഇതേപോലെ നമ്മൾ അളവെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓവർ ടൈറ്റ് ആയിട്ടും ഓവർ ലൂസായിട്ടും നമ്മൾ പിടിക്കാണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഈ ചെസ്റ്റ് റൗണ്ടിന്റെ അവിടെ എത്രയാണോ കിട്ടുന്നത് അതിന്റെ 4/1 ഭാഗമാണ് നമ്മൾ തുണീൻ്റെ അകത്തേക്ക് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 4/1 ഭാഗം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എത്രയാണോ നമ്മളെ ചെസ്റ്റ് സർക്കംഫറൻസ് കിട്ടിയത് അത് /4 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ അതും നമ്മൾ മാർക്ക് ചെയ്യുക. അതിന്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ചോ 2 ഇഞ്ചോ ആയിട്ട് ഒരു തയ്യൽ തുമ്പും കൂടെ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഈ കൈക്കുഴീൻ്റെ അവിടെ നമ്മളൊരു L പോലെ വരച്ച് വെച്ചിരിക്കുന്നില്ലേ, അതിന്റെ ആ ഒരു കോൺ ഭാഗത്തുനിന്ന് മുകളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു വരേന്റെ പകുതിയിലും നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതായത് അവിടെ 8 ആണെങ്കിൽ നമ്മൾ ആ ഒരു 4ന്റെ ആ ഒരു ഭാഗത്ത് നമ്മളൊരു മാർക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ കിട്ടിയ പോയിന്റുകളെല്ലാം കൂടെ കൂട്ടിയിട്ട് ഇതേപോലെ ഒരു കർവ് പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മളെ കൈക്കുഴി. ഇനി നമുക്ക് നമ്മളെ ബസ്റ്റിന്റെ അവിടുത്തെ അളവെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെസ്റ്റ് എങ്ങനെയാണോ എടുത്തത് അതേപോലെ തന്നെ നമ്മൾ ബസ്റ്റിന്റെ അവിടുത്തെ അളവ് എടുക്കുക. എന്നിട്ട് അതിൻ്റെയും 4/1 ഭാഗമാണ് നമ്മൾ ഈ ടോപ്പിന്റെ അകത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് ബസ്റ്റ് റൗണ്ട് /4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണോ നമ്മൾക്ക് കിട്ടുന്നത് അത് നമ്മൾ തുണിയിലേക്ക് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വിത്ത് അതിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് കൊടുക്കണം. ഇനി നമ്മൾ ഈ വേസ്റ്റിന്റെ അവിടുത്തെ ഒരു ഭാഗത്തെ അളവും കൂടെ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു വേസ്റ്റിന്റെ ഭാഗത്തെ അളവ് വരുന്നിടത്താണ് നമ്മളെ ഓപ്പൺ ഭാഗവും വരുന്നത്.
അപ്പം നമുക്ക് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ നീളത്തിലൊന്ന് നമുക്ക് ലെങ്ത്തും കൂടെ എടുത്തു കൊടുക്കാം. അപ്പോൾ ആ ലെങ്ത്ത് എടുത്തു കൊടുത്തിട്ട് നമുക്ക് ആ ലെങ്ത്ത് എവിടെയാണോ കിട്ടുന്നത് അവിടെ നമുക്ക് നമ്മളെ വേസ്റ്റിൻ്റെ സർക്കംഫറൻസിൻ്റെ അളവിൻ്റെ പകുതിയിൽ 4/1 ഭാഗം നമുക്ക് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 4/1 ഭാഗവും വിത്ത് അതിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പും കൂടി നമ്മൾ മാർക്ക് ചെയ്ത് ഇതേപോലെ കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു 3 പോയിന്റുകൾ, അതായത് ചെസ്റ്റ്, ബസ്റ്റ്, വേസ്റ്റ്, ഈ 3 പോയിന്റുകളും കൂടെ ഇതേപോലെ ഒന്ന് ഷേപ്പിൻ്റെ ഒരു ഇതിൽ നമ്മൾ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വേസ്റ്റിൻ്റെ അളവ് അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ അവിടെ മുതൽ താഴേക്ക് നമ്മൾ ഓപ്പൺ അടിക്കുകയാണ് കേട്ടോ, അതായത് സ്ലിറ്റ് അടിക്കുന്ന ആ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഷേപ്പ് ഇതേപോലെ വരച്ചു കൊടുത്തിട്ട് നേരെ താഴേക്കാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ ഒരു മെത്തേഡിൽ തന്നെയാണ് നമ്മളൊരു ചുരിദാറിൻ്റെ ടോപ്പ് തയ്ക്കുകയാണെങ്കിലും ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ചുരിദാറിൻ്റെ ടോപ്പായിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ ഈ എടുത്തിരിക്കുന്ന ലെങ്ത്ത് കൂട്ടിയെടുക്കുക മാത്രം ചെയ്താൽ മതി കേട്ടോ. ബാക്കി പ്രോസസ്സുകളെല്ലാം സെയിം ആണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ആ ഷേപ്പിൻ്റെയും കൈക്കുഴിൻ്റെയും ഭാഗം മാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നത്. ഫ്രണ്ടിലെ നെക്കും ബാക്കിലെ നെക്കും വേറെ വേറെ ആയതുകൊണ്ട് ഈ 2 പീസുകളും സെപ്പറേറ്റ് ആക്കിയിട്ടിട്ടാണ് ഞാൻ നെക്ക് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്തിൻ്റെ കൂടെ ഞാൻ ഇതിൻ്റെ തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് ഇതിൻ്റെ ലെങ്ത്ത് വൈസും കൂടെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഷോർട്ട് കുർത്തി ആയതുകൊണ്ട് തന്നെ ഇത്രയും ലെങ്ത്ത് മതി കേട്ടോ ഇതിന്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ലെങ്ത്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതിൻ്റെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കുന്നുണ്ട്, അത് നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് പോർഷനാണ്. അപ്പോൾ ബാക്കിൽ ഞാനൊരു ചെറിയ റൗണ്ട് നെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫ്രണ്ടിലെടുത്ത അതേ വിഡ്ത്ത് തന്നെ എടുത്തിട്ട് ലെങ്ത്ത് ഒരു 1.5 ഇഞ്ചാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രണ്ട് നെക്കിൽ എടുത്ത പോലെ തന്നെ ഇതൊരു സ്ക്വയർ ആക്കിയിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ബാക്കിലെ നെക്ക് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ബാക്കിലെ നെക്ക് ചെറിയൊരു റൗണ്ട് ആയതുകൊണ്ട് തന്നെ ഞാനിത് ഈ ഒരു ഷേപ്പ് ഇതേപോലെ വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ബാക്കിൽ എന്ത് ഷേപ്പാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ബാക്കിലെ പീസിൽ നമുക്ക് ഇത്രേ ചെയ്യാനുള്ളൂ. ഇനി നമുക്ക് ഫ്രണ്ടിലെ പീസിൽ ഉള്ള നെക്ക് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു വീൻ്റെ ആ ഒരു ഷേപ്പ് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വീനക്ക് കുറച്ചും കൂടെ ഒരു വൈഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു നെക്കിൻ്റെ സെൻറ്റർ പോർഷനിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് ബാക്കോട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് ഇതേപോലത്തെ ഒരു ഷേപ്പിൽ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തിലൊന്നും ഞാനൊരു വ്യത്യാസം വരുത്തിയിട്ടില്ല. ഇനി നമുക്ക് ആ ഒരു 1/2 ഇഞ്ച് ബാക്കോട്ട് മാർക്ക് ചെയ്തത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ കൈക്കുഴി കുറച്ച് ഇറക്കിയിട്ട് വെട്ടണം. അതായത് നമ്മളെ ഫ്രണ്ടിലെ പോർഷനിൽ നമ്മൾ കൈക്കുഴി ഒരു 1/2 ഇഞ്ച് ബാക്കോട്ട് ഇറക്കിയിട്ടാണ് വെട്ടുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു വരേൻ്റെ പകുതിയിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്ന അവിടെ നിന്ന് ഇതേപോലെ 1/2 ഇഞ്ച് ബാക്കോട്ട് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ബാക്ക് പോർഷനിൽ നമ്മൾ ഇതേപോലെ ഇറക്കിയിട്ട് കട്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മളെ ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ടോപ്പിന് ലൈനിങ് വെക്കാണ്ട് തയ്ക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ നെക്ക് ഒന്ന് മറച്ചടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ പീസുകൾ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ നെക്ക് മറച്ചടിക്കുന്നത്. അപ്പോൾ ഇതാ ബാക്കിലെ നെക്കിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് മറച്ചടിക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലെ പീസിലേക്കും നമ്മൾ അതിൻ്റെ ലെങ്ത്തിനനുസരിച്ചുള്ളൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് മറച്ചടിക്കാൻ സുഖമായിരിക്കും. ഇനി അതിനുശേഷം നമുക്കിവിടെ സ്ലീവ്സ് കട്ട് ചെയ്യാം. അപ്പോൾ ബാക്കി ഇതാ ഇത്രയും കുറേ തുണിയുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തു നിന്നാണ് ഞാൻ സ്ലീവ്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്ലീവ്സിന് എത്രയാണോ റൗണ്ട് വരുന്നത് അത്രയും ഞാൻ വിട്ട് നോക്കിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ മുറിച്ചെടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് കുറച്ച് കഴിയുമ്പോൾ കാണുമ്പോൾ മനസ്സിലാവും എത്രയാണ് ഇതിൻ്റെ അകത്തുനിന്ന് വിട്ട് എടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. 2 സ്ലീവ്സിനും കൂടെ വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും മുറിച്ചെടുത്തത്. ഇനി നമ്മൾ നേരത്തെ ടോപ്പിന് എങ്ങനെയാണോ നമ്മൾ മടക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മൾ സ്ലീവ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ 4 ആക്കി മടക്കി വെക്കുന്നുണ്ട്. നമ്മൾ 2 സ്ലീവ്സും കൂടെ ഒരുമിച്ച് കട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ ഇതേപോലെ 4 ആക്കി മടക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിതാ ഇതേപോലെ മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സൈഡിൽ നിന്ന് ഞാനിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കട്ട് ചെയ്യുന്ന ഭാഗം നമ്മൾ കൂട്ടി സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗമാണ് കേട്ടോ. നമ്മളെ മുകളിൽ വരേണ്ടതല്ല, കൈയിൻ്റെ താഴെ വരേണ്ട ഒരു ഭാഗമാണിത്. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ ഈ ഒരു ഭാഗമല്ലേ, അതായത് നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്, അത് നമ്മളിതാ ഇതേപോലെ ഇങ്ങനെ ഒന്ന് മെഷർമെൻ്റ് എടുക്കുക. അപ്പം നമുക്ക് ആ മുകളിൽ മുതൽ താഴെ വരെ എത്രയാണോ കിട്ടുന്നത് ആ ഒരു അളവ് നമ്മളിതാ തുണീൻ്റെ ഈ ഒരു ഭാഗത്തേക്ക്, അതായത് നമ്മൾ സ്ലീവ്സ് അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇതേപോലെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അവിടുന്ന് നേരെ താഴേക്ക് ഞാനൊരു 4 ഇഞ്ചോളം ഞാനൊരു ക്യാബ് ഹൈറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാബ് ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഞാനിവിടെ കൊടുക്കും. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു 3 ഇഞ്ച് 4 ഇഞ്ചിൻ്റെ ഇടയിൽ ക്യാബ് ഹൈറ്റ് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ക്യാബ് ഹൈറ്റ് മാർക്ക് ചെയ്തതിൻ്റെ അവിടുന്ന് ആ ഒരു മുകളിലേക്ക് ഇതേപോലെ ഞാനൊരു നീളത്തിലൊരു വര വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വര എത്രയാണോ ഉള്ളത് അതിൻ്റെ നേർ പകുതിയിൽ ഇതേപോലെ ഒരു മാർക്ക് ഇട്ട് കൊടുക്കും. ഇപ്പം നമ്മൾ ഈ സെപ്പറേറ്റ് ആക്കി വെച്ചിരിക്കുന്ന 2 പോർഷനിൽ താഴത്തെ പോർഷനിൽ താഴത്തേക്ക് അരേഞ്ചും മുകളിലത്തെ പോർഷനിൽ മുകളിലേക്ക് അരേഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ കിട്ടിയ പോയിന്റുകളെല്ലാം കൂടെ ഇതേപോലത്തെ ഒരു ഷേപ്പിൽ വരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു ഭാഗമാണ് നമ്മൾ ഡ്രസ്സിലേക്ക് അറ്റാച്ച് ചെയ്യേണ്ടത്. ഇനി നമുക്ക് വേണ്ടത് നമ്മളെ സ്ലീവ്സിന് എത്ര ലെങ്ത് വേണമെന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ നമ്മുടെ ഷോൾഡർ വിഡ്ത്ത് എവിടം തൊട്ടാണോ മാർക്ക് ചെയ്തിട്ടുള്ളത് അവിടുന്ന് നേരെ താഴേക്ക് നമ്മളെ കൈയിൻ്റെ
എത്രയാണോ ലെങ്ത് വേണ്ടത് അത് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അതേപോലെ തന്നെ ലെങ്ത് പിടിച്ചിട്ട് ഞാൻ മുട്ടിന്റെ ഭാഗം എവിടെയാണോ വരുന്നത് അതിന്റെ ലെങ്ത്തും എടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു മുട്ടിന്റെ ഭാഗത്ത് വരുന്ന വിഡ്ത്ത് എത്രയാണോ വരുന്നത് അത്രയും എടുത്ത് അതിന്റെ കൂടെ തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കൈക്കുഴി എവിടെയാണോ നേരത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ അവിടുന്ന് നേരെ താഴേക്ക് ഇതേപോലെ ആ ഒരു മുട്ടിന്റെ ഭാഗത്തേക്കും അവിടുന്ന് നേരെ താഴേക്കും ഇതേപോലെ ഒരു മാർക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പാകിസ്ഥാനി സ്ലീവ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ കൈയിന്റെ അറ്റഭാഗത്ത് ലൂസായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കൈയിന്റെ അറ്റഭാഗത്തുള്ള വിഡ്ത്ത് എടുക്കാത്തത് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കട്ട് ചെയ്തിട്ടുള്ള സ്ലീവ്സ് ഞാൻ ഇതേപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് റൈറ്റ് സൈഡും ഒന്ന് ലെഫ്റ്റ് സൈഡും ആണ്. അപ്പോൾ ഈ രണ്ട് സ്ലീവ്സിന്റെയും നമ്മൾ ഫ്രണ്ടിലേക്ക് അറ്റാച്ച് ചെയ്യേണ്ട ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ 1/2 ഇഞ്ച് ഇതേപോലെ ഇറക്കിയിട്ട് നമ്മൾ വെട്ടേണ്ടതാണ്. അതിനായിട്ട് ഈ സ്ലീവ്സിന്റെ ഈ ഒരു താഴെ ഭാഗം വരുന്ന ഭാഗത്തു നിന്നാണ് ഞാൻ 1/2 ഇഞ്ച് ഇറക്കിയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ആ 1/2 ഇഞ്ച് ഈ ഒരു ഷേപ്പ് പോലെ ആക്കിയിട്ട് ഞാൻ മുകളിലത്തേക്ക് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നേരത്തെ നമ്മൾ ആ ഒരു സെൻറ്റർ പോർഷൻ മാർക്ക് ചെയ്തിട്ടില്ല, ആ ഒരു പോർഷൻ വരെ ഇതേപോലെ ഇറക്കി വെട്ടി കൊടുക്കേണ്ടതുള്ളൂ കേട്ടോ. മുകളത്തെ ഭാഗത്തേക്ക് ഇതേപോലെ ഇറക്കിയിട്ട് വെട്ടി കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ സ്ലീവ്സും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇത്രയും നേരം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒന്ന് ഇതിന്റെ ഫ്രണ്ടിലെ പോർഷനും ഒന്ന് ബാക്കിലെ പോർഷനും ഒന്ന് സ്ലീവ്സും ആണ്. ഈ കാണുന്ന നീളത്തിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നമുക്ക് ബാക്കിലേക്ക് ക്രോസ് ആയിട്ട് നമ്മൾ ടൈ പോലെ കൊടുക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഫുൾ കട്ടിങ് കഴിഞ്ഞ ശേഷം ഇനി നമ്മൾ ഇതിന്റെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിന്റെ സ്റ്റിച്ചിങ് ഞാൻ അടുത്ത പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റിലൂടെ അറിയിക്കണേ.